ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിളക്കിയ 1857 ശിപ്പായി ലഹളയ്ക്ക് പിന്നിൽ ശതാബ്ദങ്ങളായുള്ള രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ അസംതൃപ്തികളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം പല ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും അവർ പിടിച്ചെടുത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. കൂടാതെ കർഷകരെ അമിതമായ നികുതി ഭാരം കൊണ്ട് വീർപ്പുമുട്ടിപ്പിച്ചതും ഇന്ത്യൻ വ്യവസായങ്ങളെ തകർത്തതും ജനങ്ങളിൽ രോക്ഷമുണ്ടാക്കി. എന്നാൽ ഇതിനെല്ലാം പെട്ടെന്നുണ്ടായ പ്രകോപനം സൈന്യത്തിലേർപ്പെടുത്തിയ എൻഫീൽഡ് റൈഫിളുകൾ ആയിരുന്നു. ഈ തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത മുസ്ലിം ഹിന്ദു സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി. 1857 മാർച്ച് 29 ബാരക്പൂരിൽ വച്ച് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ ബ്രിട്ടീഷ് ഓഫീസർക്ക് നേരെ വെടിയുതിർത്തതോടെ വിപ്ലവത്തിൻ്റെ ആദ്യ വിത്ത് പാകി. വൈകാതെ മീററ്റിലെ സൈനികർ ലഹള ആരംഭിക്കുകയും ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങി മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഝാൻസി റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ്, താന്തിയ തോപ്പി തുടങ്ങിയ ധീര നേതാക്കൾ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകി. എന്നാൽ ഒരു വർഷത്തോളം നീണ്ടുനിന്ന തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ വിപ്ലവം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കൃത്യമായ ഏകോപനത്തിൻ്റെ അഭാവം, ആധുനിക ആയുധങ്ങളുടെ കുറവ്, ചില ഇന്ത്യൻ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് എന്നിവയായിരുന്നു പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ വധിക്കുകയും ചെയ്തു. ഈ ലഹളയുടെ അവസാനത്തോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്നേക്കുമായി അവസാനിച്ചു. 1858 വിളംബരത്തിലൂടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ശിപായി ലഹള പരാജയപ്പെട്ടെങ്കിലും അത് ഭാരതീയരുടെ മനസ്സിൽ സ്വാതന്ത്ര്യവാഞ്ഛയുടെ അഗ്നി പടർത്തുകയും വരാനിരിക്കുന്ന വലിയ സമരങ്ങൾക്ക് ഊർജ്ജമാവുകയും ചെയ്തു.